ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു വീഡിയോയിൽ ISROയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ സൊല്യൂഷൻ സീരീസിൽ 2017 ഡിസംബർ 10 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ 80 ക്വസ്റ്റ്യൻസാണ് ഈ ക്വസ്റ്റ്യൻസ് പേപ്പറിലുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, PIV ഓഫ് എ ഡയോഡ് ഇൻഡിക്കേറ്റ്സ്. PIV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് PIV, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയോഡിനകത്ത് സേഫായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് ബയസ് വോൾട്ടേജിനെയാണ് നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാക്സിമം റിവേഴ്സ് ബയസ് വോൾട്ടേജ് വിച്ച് ക്യാൻ സേഫ്ലി അപ്ലൈഡ് ടു എ ഡയോഡ്. ഇങ്ങനെയാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിൻ്റെ definition. Question number 2, which is the configuration of optocoupler and its typical use? Optocouplerന്റെ കോൺഫിഗറേഷൻ എന്താണ്, അതിൻ്റെ യൂസ് എന്താണ്? ഒപ്റ്റോകപ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു LED-യുടെ കൂടെ ഒരു ഫോട്ടോ ഡയോഡ് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒപ്റ്റോകപ്ലർ എന്ന് പറയുന്നത്. LED-യുടെ കൂടെ ഒരു ഫോട്ടോ ഡയോഡ് ആഡ് ചെയ്യുന്നതിനെയാണ് ഒപ്റ്റോകപ്ലർ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഇതാണ് ഒരു LED. ഈ LED-ൻ്റെ കൂടെ ഒരു ഫോട്ടോ ഡയോഡ് പ്ലസ് LED-യെ പറയുന്ന പേരാണ് ഒപ്റ്റോകപ്ലർ. അപ്പോൾ ഒപ്റ്റോകപ്ലർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ രണ്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട്സിൻ്റെ ഇടയിൽ ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഈ ഒപ്റ്റോകപ്ലർ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സർക്യൂട്ട്സിനിടയിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ LED-യുടെയും ഫോട്ടോ ഡയോഡിൻ്റെയും കോൺഫിഗറേഷന് വേണ്ടിയിട്ടാണ് ഇതെന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ ഐസൊലേഷൻ. ഓപ്ഷൻ എ. HFE ഓഫ് എ ട്രാൻസിസ്റ്റർ ഇൻക്രീസസ് ഇഫ്. HFE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഗെയിൻ ആണ്. ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് ഗെയിൻ ആണ് HFE എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയും. കറണ്ട് ഗെയിൻ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറെയാണ് നമ്മൾ HFE എന്ന് പറയുന്നത്. HFE ഓഫ് എ ട്രാൻസിസ്റ്റർ ഇൻക്രീസസ് ഇഫ് ബേസ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ HFE ഇൻക്രീസ് ആവുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബേസ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്. XOR gate can be used to know whether two digit inputs are identical is not followed by or. നമുക്ക് നോക്കാം. XOR gate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് OR എന്നാണ് ആ ഗേറ്റിൻ്റെ ഫുൾ ഫോം. ഇതാണ് XOR ഗേറ്റിൻ്റെ സിമ്പിളും അതിൻ്റെ ഇക്വേഷനും. A XOR B, A പ്ലസ് അല്ല, A XOR B. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ട്രൂത്ത് ടേബിൾ വരച്ച് കഴിഞ്ഞാൽ A B A XOR B. ഇത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും 0 ആണെങ്കിൽ 0 ആയിരിക്കും, ഒന്ന് 1 ആണെങ്കിൽ 1 ആയിരിക്കും, ഒന്ന് വീണ്ടും 1 ആണെങ്കിൽ 1 ആയിരിക്കും, രണ്ടും 1 ആണെങ്കിൽ 0 ആയിരിക്കും. അതായത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഇൻപുട്ട് വരുന്ന സമയത്ത് ലോ ഔട്ട്പുട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് വരുന്ന സമയത്ത് ഹൈ ഔട്ട്പുട്ടുമാണ് ഒരു XOR ഗേറ്റ് തരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനുള്ളത് XOR ഗേറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു നോ വെദർ 2 ഡിജിറ്റ് ഇൻപുട്ട്സ് ആർ ഐഡൻറ്റിക്കൽ. രണ്ട് ഇൻപുട്ടുകളും ഐഡൻറ്റിക്കൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഐഡൻറ്റിക്കൽ ആവുന്ന സമയത്ത് ഇതിൻ്റെ ലോ ഔട്ട്പുട്ടാണ്, രണ്ട് ഐഡൻറ്റിക്കൽ അല്ലാതിരുന്ന സമയത്ത് ഹൈ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Is a not followed by or alla, or gate followed by and alla cannot be used for matching to output alla. Option A is the correct answer. The following hexadecimal operation yields 0xf0 minus 0xAA plus 0x10. ഇത് ഹെക്സാഡെസിമലിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിനെ നമ്മൾ ഹെക്സാഡെസിമൽ ഓപ്പറേഷൻ ആണ്. 0xf0 ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. 0x46 പ്ലസ് 0x10 ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് 0xf0 മൈനസ് 0xf0 AA 0x46 വരും. ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് 0x56. ഓപ്ഷൻ ബി. A binary counter to count up to 100 decimal needs at least. നമുക്ക് n കൗണ്ടർ അല്ലെങ്കിൽ 2n മോഡ് കൗണ്ടറിനകത്ത് 2n ഔട്ട്പുട്ട് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് 100 ആണെങ്കിൽ 2n എന്ന് പറയുന്നത് എത്ര വരണം? 100 വരണം. അപ്പോൾ 2n എത്ര ചെയ്താൽ നമുക്ക് 100 വരും നോക്കാം.
2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 2 32, 32 into 2 64, 64 into 2 128. റൈറ്റ്. അപ്പോൾ 1 2 3 4 5 6 7 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടായിരിക്കണം അതിന്, അതായത് 7 ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. What is the resistance during heating of a thermostat in a water heater? What is the resistance during heating of a thermostat in a water heater? Close to 0. Close to 0. Close to 0 ആണ്. 0 ആണ് ideal, but close to 0 ആണ് നമുക്ക് ഓപ്ഷനിലുള്ളത്. The capacitor in an electric fan is connected as. Electric ഫാനിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ടാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുക. ആ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് ഡിഫറൻസ്, മെയിൻ വൈൻഡിങ്ങിൻ്റെയും ഓക്സിലറി വൈൻഡിങ്ങിൻ്റെയും ഇടയിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് ഫോർ എ സ്റ്റാർട്ടിംഗ് ദ ഇലക്ട്രിക് ഫാൻ. വിച്ച് പമ്പ് ഡസ് നോട്ട് നീഡ് പ്രൈമിംഗ്? പ്രൈമിംഗ് ആവശ്യമില്ലാത്ത പമ്പ് ഏതാണെന്നുള്ളതാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പ്രൈമിംഗ് ആവശ്യമില്ലാത്ത പമ്പാണ്. അതൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ ആണ്, പ്യുവർ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ അല്ല. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഒരു പ്രൈമിംഗ് ആവശ്യമില്ലാത്ത പമ്പാണ്. ബാക്കിയുള്ളതെല്ലാം പ്രൈമിംഗ് ആവശ്യമാണ്. പ്രൈമിംഗ് എന്താണെന്ന് എനിക്ക് അറിയണ്ടാവും. എ സി വോൾട്ടേജ് ഓഫ് ദ ഓർഡർ ഓഫ് 110 kV is typically used for the long distance transmission mainly because, അതായത് എ സി വോൾട്ടേജ് 110 kV ആണ് ലോങ് ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ നോർമലി യൂസ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള കണ്ടക്ടറിൻ്റെ സൈസ് നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാൻസ്മിഷൻ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കണ്ടക്ടർ സൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആവുന്നതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്മിഷൻ വോൾട്ടേജ് വളരെ കൂട്ടുന്നത്. ഓപ്ഷൻ നോക്കാം. തിന്നർ കണ്ടക്ടേഴ്സ് ആർ ഓൺലി റിക്വയർഡ്. കറക്റ്റ്, അതാണ് കറക്റ്റ് ആൻസർ. ആൻസർ കണ്ടക്ടറിൻ്റെ സൈസ് നമുക്ക് കുറച്ച് മതി. കമ്പയറിംഗ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റംസ് ആൻഡ് ഓവർഹെഡ് സിസ്റ്റംസ് ഓഫ് പവർ ഡിസ്ട്രിബ്യൂഷൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഓവർഹെഡ് സിസ്റ്റം ഈസ് സേഫർ. അല്ല, ഓവർഹെഡ് സിസ്റ്റത്തിനേക്കാളും സേഫ് ആയിട്ടുള്ളത് അണ്ടർഗ്രൗണ്ട് സിസ്റ്റമാണ്. അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഈസ് മോർ പ്രോൺ ടു ഫാൾട്ട്. അല്ല, ഏറ്റവും കൂടുതൽ ഫാൾട്ട് ഉണ്ടാകുന്നത് ഓവർഹെഡ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലാണ്. ഓവർഹെഡ് സിസ്റ്റം ഈസ് ചീപ്പർ. അത് കറക്റ്റ് ആണ്. ഓവർഹെഡ് സിസ്റ്റം അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിനേക്കാളും ചീപ്പാണ്. അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഈസ് ഈസി ടു മെയിൻറ്റെയിൻ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ അത്ര ഈസി ഒന്നുമല്ല, കുറച്ച് ഹാർഡാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. Question number 12. As per IE rule, the maximum allowable variation between the declared and actual voltage at consumer premises for low voltage is plus or minus 6%. അത് low or medium voltage ആണെങ്കിൽ plus or minus 9 voltage ആണ്. High voltage ആണെങ്കിൽ greater than plus or minus 9 voltage ആണ് permissible variation. How the generated AC is connected to the load in a stationary magnetic field type alternator? Stationary magnetic field alternator എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സോ ത്രൂ ഡയറക്റ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻ. സപ്പോസ് അത് റൊട്ടേറ്ററി ആയിരുന്നുവെങ്കിൽ, റൊട്ടേറ്ററി മാഗ്നറ്റിക് ഫീൽഡിലാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ സ്ലിപ്പ് റിങ്ങും ബ്രഷും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്റ്റേണൽ കണക്ഷൻസ് എടുക്കുന്നത്. ELCB breaks the circuit on event of. ELCB എന്ന് പറയുന്നത് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആണ്. എർത്ത് ലീക്കേജ് ഒന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എർത്ത് ലീക്കേജ് ഉള്ളപ്പോഴാണ്. Then fuse box in a domestic circuit can be replaced by. ഫ്യൂസ് ബോക്സിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ELCBയുടെയും MCBയുടെയും കോമ്പിനേഷനാണ്. എ കോമ്പിനേഷൻ ഓഫ് ELCB ആൻഡ് MCB. സെറ്റ് ഓഫ് MCB, സെറ്റ് ഓഫ് GFCIs, സെറ്റ് ഓഫ് ELCB അല്ല, കോമ്പിനേഷൻ ഓഫ് ELCB ആൻഡ് MCB. ELCB എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ട് ബ്രേക്കർ, MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഡ്യൂ ടു സ്കിൻ എഫക്ട് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. സ്കിൻ എഫക്റ്റ് കാരണം എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സ്കിൻ എഫക്റ്റിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എന്താണ് സ്കിൻ എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. ഒരു കണ്ടക്ടറിൻ്റെ മേലെ കറണ്ടിൻ്റെ അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൻ എഫക്റ്റ് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫ്രീക്വൻസി എഫക്റ്റ് ചെയ്യും, രണ്ടാമത്തത് ഡയമീറ്ററിനെ എഫക്റ്റ് ചെയ്യും, മൂന്നാമത്തത് പെർമിയബിലിറ്റി, ഏതാണ് ആ മെറ്റീരിയൽ എന്നുള്ളതിനെ എഫക്റ്റ് ചെയ്യും, പെർമിയബിലിറ്റി, നാലാമത്തത് ഷേപ്പിനെയും എഫക്റ്റ് ചെയ്യും. നമുക്ക് എവിടെയെങ്കിലും സ്പൈക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആ സ്കിൻ എഫക്റ്റിൽ മാറ്റം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഡ്യൂ ടു സ്കിൻ എഫക്റ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഫ്രീക്വൻസി ഓഫ് AC. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും എന്നുള്ളത് എല്ലാം ഫ്രീക്വൻസി മാത്രമാണ്, വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കൊറോണ ലോസ് ഇൻ AC ട്രാൻസ്മിഷൻ ലൈൻസ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ. ഈ സ്കിൻ എഫക്റ്റ് പോലെ തന്നെയുള്ള ആളാണ് കൊറോണ ലോസ് എന്ന് പറയുന്നത്. കൊറോണ ലോസ് എന്ന് പറഞ്ഞാൽ കൊറോണ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റ് ഗ്ലോയും ഹിസ്സിംഗ് നോയ്സും ഉള്ള പ്രൊഡക്ഷൻ വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഗ്യാസ്.
ഓസോൺ ഗ്യാസിന്റെ പ്രൊഡക്ഷനോടും കൂടി ഉണ്ടാകുന്ന ട്രാൻസ്മിഷൻ ലൈനിലുള്ള എഫക്റ്റ് ആണ് കൊറോണ ലോസ്. 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് വയലറ്റ് ഗ്ലോ, ഹിസ്സിംഗ് നോയ്സ്, ഓസോൺ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ. ഇത് 3ആണ് ഉണ്ടാവുക. അപ്പോൾ കൊറോണ ലോസ് ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ ഇൻഡിപെൻഡന്റ് ഓഫ്, ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അറ്റ്മോസ്ഫിയറിനെ ഡിപ്പെൻഡ് ചെയ്യും, രണ്ടാമത്തത് കണ്ടക്ടർ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, മൂന്നാമത്തത് കണ്ടക്ടറിനിടയിലുള്ള സ്പേസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും, നാലാമത്തത് ലൈൻ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും. നേരത്തെ നമ്മൾ സ്കിൻ എഫക്റ്റ് പറഞ്ഞിരുന്നു, അത് ലൈൻ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ കൊറോണ ലോസ് ലൈൻ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്തത് സർഫസ് ഓഫ് ദി കണ്ടക്ടർ, കണ്ടക്ടറിന്റെ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ 5 കാര്യങ്ങളാണ് കൊറോണ ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ ഡിപ്പെൻഡ് ചെയ്യും, സ്പേസിംഗ് ഡിപ്പെൻഡ് ചെയ്യും, സർഫസ് ക്ലീൻനെസ് അതായത് സർഫസ് ഓഫ് ദി കണ്ടക്ടർ, കറണ്ട് ത്രൂ ദ കണ്ടക്ടർ, കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, പകരം വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. A 200 volt shunt DC generator of armature coil resistance of 0.1 ohms and shunt coil resistance of 200 ohms delivers a load of 2 kilowatt. Armature current in ampere is, right? നമുക്ക് 200 ആംപിയർ ആർമേച്ചർ കറണ്ട് IA is equal to, ആർമേച്ചർ കറണ്ട് ആണ്, IA is equal to ISH plus IL ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പവർ 2000 എന്തൊക്കെയാണ് തന്നത്, 2000 വാട്ട്സ് പവർ തന്നിട്ടുണ്ട്, 2 കിലോ വാട്ട്. സോ അതിനകത്തുനിന്ന് P is equal to VL IL ചെയ്ത് കഴിഞ്ഞാൽ ILന്റെ വാല്യൂ നമുക്ക് കിട്ടും 2000 ഡിവൈഡഡ് ബൈ V എത്രയായിരുന്നു, 200, ദാറ്റ്സ് ഈക്വൽ ടു 10 ആംപിയർ ആണ് ILന്റെ വാല്യൂ. ILന്റെ വാല്യൂ കിട്ടി. ഇനി ISHന്റെ വാല്യൂ IA പ്ലസ് IL ആണ്, ILന്റെ വാല്യൂ കിട്ടി. ISHന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് V/I ചെയ്താൽ മതി. V is equal to 200, ആർമേച്ചർ റെസിസ്റ്റൻസ് 0.1, ISH കിട്ടാൻ വേണ്ടി 200 ഡിവൈഡ് ബൈ 200, സോറി 0.1 അല്ല 200 by 200 is equal to 1 ampere. IA plus ISH എന്ന് പറഞ്ഞാൽ 1 plus 10, that's equal to 11 ampere. Option B is the correct answer. How many parallel paths in a simplex wave winding of DC motor with 4 poles? വേവ് വൈൻഡിങ്ങിനകത്ത് 2 പാരലൽ പാത്ത് ആണ് ഉണ്ടാവുക. ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് നമ്പർ ഓഫ് പോൾസ്. ഇനി നമ്മളുടെ ലാപ്പ് വൈൻഡിങ് ആയിരുന്നെങ്കിൽ അതിനകത്ത് 4 പാരലൽ പാത്ത് ഉണ്ടാവും. എത്ര പോൾസ് ഉണ്ടോ അത്രയും പാരലൽ പാത്ത്സ് ഉണ്ടാവും. Resistance between one terminal of an armature coil and one terminal of shunt coil of a separately excited generator is typically resistance between one terminal of armature coil and one terminal of shunt coil in separately excited. Separately excited is എന്ന് പറയുന്നത് വളരെ വലിയ വാല്യൂ ആയിരിക്കും. ഇറ്റ്സ് വിൽ ബി വളരെ വലിയ വാല്യൂ ആയിരിക്കും. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് നോക്കുക, ഗ്രേറ്റർ ദാൻ 100 മെഗാ ഓംസ്. രണ്ടും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണ്. ദ ആർമേച്ചർ കോർ ഓഫ് എ DC ജനറേറ്റേഴ്സ് ആർ കോമൺലി മെയ്ഡ് ഓഫ്. ആർമേച്ചർ കോർ എന്ന് പറയുന്നത് സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടു റെഡ്യൂസ് എഡ്ഡി കറണ്ട് ലോസ്, എഡ്ഡി കറണ്ട് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. If field circuit of a DC shunt motor gets opened at light load, then if shield circuit of a DC shunt motor get opened at light load, when എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ AB is proportional to N5 ആണ്. motor run with high speed, motor will pick up very high speed. AB is proportional to N5 ആണ്. അത് ഫീൽഡ് സർക്യൂട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ സ്പീഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. മോട്ടോർ യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ട്രാക്ഷൻ ഈസ് DC സീരീസ് മോട്ടോർ. ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള മോട്ടറാണ് DC സീരീസ് മോട്ടോർ. കോൺസ്റ്റന്റ് സ്പീഡിലുള്ള മോട്ടറാണ് DC ഷണ്ട് മോട്ടോർ. അപ്പോൾ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള മോട്ടറാണ് നമ്മൾ നോർമലി ഹെവി പർപ്പസുകളൊക്കെ യൂസ് ചെയ്യുക. ക്രെയിൻ, ലിഫ്റ്റ് പോലെയുള്ളവർക്കൊക്കെ DC സീരീസ് മോട്ടോർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് മെത്തേഡ് ഈസ് നോട്ട് കറക്റ്റ് ടു ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് DC സീരീസ് മോട്ടോർ? അതായത് നമുക്ക് ആർമേച്ചർ ഫീൽഡിൻ്റെയോ അല്ലെങ്കിൽ ആർമേച്ചറിൻ്റെ വൈൻഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെയോ ഏതെങ്കിലും ഒരാളുടെ പൊളാരിറ്റി ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ DC സീരീസ് മോട്ടറിൽ എന്ത് ചെയ്യുന്നത്, ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വിച്ച് മെത്തേഡ് ഇസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. പൊളാരിറ്റി ഓഫ് ദി സപ്ലൈ ടെർമിനൽ, ചേഞ്ച് ഇൻ ടെർമിനൽ ഓഫ് ദി സീരീസ് വെൽഡ്, ഇന്റർചേഞ്ചിങ് ബ്രഷ് കോൺടാക്ട് പൊസിഷൻ അല്ല. ഓപ്ഷൻ സി തെറ്റാണ്. ബൈ ചേഞ്ചിങ് ടെർമിനൽസ് ഓഫ് ദി ആർമേച്ചർ, ഫീൽഡോ ആർമേച്ചറോ അല്ലെങ്കിൽ പൊളാരിറ്റി സപ്ലൈ ടെർമിനൽ ചേഞ്ച് ചെയ്താൽ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. The rotational speed of a DC shunt motor can be increased above its full speed by decreasing field current. Field current decrease ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ എന്ത് മാറിക്കൊണ്ടിരിക്കും, സ്പീഡ് മാറിക്കൊണ്ടിരിക്കും. സോ അത് ഡിക്രീസിങ് ഫീൽഡ് കൺട്രോൾ മെത്തേഡ്, അതിനെയാണ് നമ്മൾ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുക. ഇനി ബിലോ നോർമൽ സ്പീഡ് ആണെങ്കിൽ, എബോവ് ആണ് ചോദിച്ചത്, എബോവ് നോർമൽ സ്പീഡ് ആണ്, അത് ഡിക്രീസിങ് ഫീൽഡ് കറണ്ട്, ഫീൽഡ് കൺട്രോൾ മെത്തേഡ്, ആർമേച്ചറിന്റെ സ്പീഡ് കൺട്രോൾ, DC മെഷീൻ്റെ സ്പീഡ് കൺട്രോൾ. ഇനി ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് ബിലോ നോർമൽ സ്പീഡ് ആണെങ്കിൽ അത് ആർമേച്ചർ കൺട്രോൾ ആണ് ചെയ്യുന്നത്. The sum of product of zeros of polynomial x square minus 51r, ഇത് മാത്സ് ആണ്. ഇതിന്റെ സം ഓഫ് x square is equal to
51 ആയിരിക്കും വരിക. എക്സ് ഇസ് ഈക്വൽ ടു എയ്തർ -51 ഓർ +51. -51 ഓർ +51 ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് 0 ഓർ -51 കിട്ടും. 0 or -51. Okay. Then if the common difference of an AP is 5, then A18 minus A13 is A18. an is equal to a plus n minus 1 into d എന്നുള്ളതാണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ nth ടേമിൻ്റെ ഇക്വേഷൻ. അതിനകത്ത് A18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a plus n minus 1 എന്ന് പറഞ്ഞാൽ 17d, A13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a plus n minus 1 മീൻസ് 12d. ഇത് രണ്ടിൻ്റെയും മൈനസ് ആണ് വേണ്ടത്. അപ്പോൾ എയും എയും കട്ടായി ബാക്കി 5d ആണ് വരിക. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ് തന്നിരിക്കുന്നുണ്ട്. 5 ഇൻറ്റു ഡി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് കിട്ടും. 5 ഇൻറ്റു 5 ദാറ്റ്സ് ഈക്വൽ ടു 25. ഓപ്ഷൻ സി. എഫിഷ്യൻസി ഓഫ് എ പവർ ട്രാൻസ്ഫോമർ ഈസ് ഇൻ ദ ഓർഡർ ഓഫ്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഏറ്റവും ഹയർ എഫിഷ്യൻസി ഉള്ള മെഷീനാണ്. അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 97%-ൻ്റെ മേലെയാണ്. 90%, 95%-ൻ്റെ മേലെയാണ്. കറക്റ്റ് 97 എന്നുള്ളതാണ് ഇതിനകത്ത് ഓപ്ഷനിൽ വരുന്നത്. In a step-down single-phase power transformer, primary voltage is 22 kV and secondary voltage is 220 volt. When the secondary is delivering a load current of 100 ampere, primary current is V1 I1 equal to V2 I2. Power same ആയിരിക്കും. അതിൽ നിന്ന് I1 equal to V2 I2 divided by I1. V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220 secondary voltage into 100 divided by 22 kV. 22 into 10 raised to 3. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 1 ആംപിയർ ആയിരിക്കും. ഓപ്ഷൻ എ. What will be the copper loss at half load of a single phase transformer which is having a copper loss of 1000 watts at full load? ഫുൾ ലോഡിൽ കോപ്പർ ലോസ് എന്ന് പറയുന്നത് 1000 വാട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ കോപ്പർ ലോസ് അറ്റ് ഹാഫ് ലോഡ് എത്രയാണെന്നാണ് ചോദിച്ചത്. കോപ്പർ ലോസ് അറ്റ് ഹാഫ് ലോഡ് ഇസ് ഈക്വൽ ടു ഫ്രാക്ഷൻ ഓഫ് ലോഡിൻ്റെ സ്ക്വയർ അറ്റ് ഫുൾ ലോഡ് കോപ്പർ, എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്നാണ്. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 സ്ക്വയർ ഇൻറ്റു 1000. 0.5 സ്ക്വയർ എന്ന് പറയുന്നത് 0.25 ആണ്. 0.25 ഇൻറ്റു 1000 മീൻസ് 250 വാട്ട്. ഓപ്ഷൻ സി. Two dissimilar metals such as iron and copper are joined together to form a part of a device. When the junction is heated, a voltage will be developed across the open ends of the wire. What is the device? It's known as തെർമോകപ്പിൾ. തെർമോകപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെറ്റൽസിനെ ജോയിൻ ചെയ്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്. തെർമോമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. തെർമിസ്റ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ സെൻസറാണ്. പൈറോമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. 32. What are the measurements for which analog multimeter can be used without battery? Without battery മൾട്ടിമീറ്ററിൽ നമുക്ക് എന്തൊക്കെ മെഷർ ചെയ്യാൻ പറ്റുമെന്നുണ്ട്. വോൾട്ടേജും കറണ്ടും നമുക്ക് വിത്തൗട്ട് ബാറ്ററി ഒരു മൾട്ടിമീറ്ററിനകത്ത് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ. വാട്ട് പ്രിക്കോഷൻ ടു ബി ടേക്കൺ വൈൽ ഡിസ്കണക്ടിങ് ദ അമ്മീറ്റർ ഫ്രം ടെർമിനൽസ് ഓഫ് എ CT? കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സെക്കൻഡറി ടെർമിനൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കണം ബിഫോർ ഡിസ്കണക്ട് ചെയ്യുന്നതിന് മുന്നേ ടെർമിനൽസ് എന്ത് ചെയ്തിരിക്കണം? ഷോർട്ട് ചെയ്തിരിക്കണം. സെക്കൻഡറി ടെർമിനൽ ഷോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ പ്രൈമറി നമ്മൾ അത് ഒരു ഇൻബിൽട്ട് ആണ്, നമുക്ക് പ്രൈമറി വേറെ കണക്ഷൻസ് ഒന്നുമില്ല. അത് ഒരു ഇതിൽ റൗണ്ടിൽ നമ്മൾ ക്ലാമ്പൺ മീറ്റർ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡറി കണക്ഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം ആരനെ? CTയുടെ ടെർമിനൽസിന്. രണ്ട് ടെർമിനൽസ് ആണ് CTക്ക് ഉണ്ടാവുക. ആ CTയുടെ ടെർമിനൽസിന് എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഷോർട്ട് സർക്യൂട്ട് ഇൻ ദ ടെർമിനൽസ് ഓഫ് ദ CT ബിഫോർ ഡിസ്കണക്ട് ചെയ്യുന്ന മീറ്റർ. അത് ഡിസ്കണക്ട് ചെയ്യുന്നതിന് ശേഷം പോരാ, ഡിസ്കണക്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്യണം. What is the purpose of providing a mirror behind the pointer of a measuring instruments? Pointer in a measuring instruments. Measuring instrumentsന്റെ താഴെ ഒരു സ്കെയിൽ വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലാക്സ് എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പാരലാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീഡിങ് വായിക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് വരുന്നതിനെയാണ് പാരലാക്സ് എറർ എന്ന് പറയുക. അത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാരലാക്സ് എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ആ ഒരു മിറർ സെറ്റ് ചെയ്യുന്നത്. To make the reading free from error by removing parallax between the pointer and its image. അതായത് പാരലാക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിറർ ഇമേജ് അല്ല, ഷെയ്ഡ് ഇമേജ്, എന്താ പറയുക, നിഴൽ കൊണ്ടുണ്ടാകുന്ന എറർ, അതാണ് ആക്ച്വലി പാരലാക്സ് എറർ എന്ന് നമ്മൾ പറയും. The minimum conductor area of a copper conductor used in a power subcircuit should be 1.5 mm². സപ്പോസ് അത് അലൂമിനിയം കണ്ടക്ടർ ആണെങ്കിൽ, ഇവിടെ നമ്മൾ കോപ്പർ കണ്ടക്ടർ ആണ് പറഞ്ഞത്, അലൂമിനിയം കണ്ടക്ടർ ആണെങ്കിൽ പവർ സർക്യൂട്ടിൽ മിനിമം അലൂമിനിയം
2.5 mm² വേണം. An industry has 200 watt light load. How many numbers of sub circuit is required? നമുക്ക് 800 വാട്ട്സ് അല്ലെങ്കിൽ 10 പോയിന്റ് ആണ് ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ മാക്സിമം അലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി പവർ സർക്യൂട്ടിനാണെങ്കിൽ അത് 3000 വാട്ട്സും 2 പോയിന്റും ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 വാട്ട്സിന്റെ 200 നമ്പർ ഓഫ് എന്തുണ്ട് ലൈറ്റ് ഉണ്ട്. അപ്പോൾ 20 വാട്ട്സ് ആണ് ഒന്ന്. അപ്പോൾ മാക്സിമം 4 എണ്ണേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 800 ഉണ്ട്, റൈറ്റ്. അപ്പോൾ 200 ഡിവൈഡ് എത്ര എണ്ണം ഉണ്ട്, 200 എണ്ണം ഉണ്ട്. 200 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 50 എണ്ണം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇങ്ങനെ 50 സബ് സർക്യൂട്ട് ചെയ്താൽ മാത്രമേ അത് വയറിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. In domestic wiring, neutral line is typically identified with the color of. ന്യൂട്രൽ ലൈൻ നോർമലി ചെയ്യുന്നത് ഒന്നുകിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളറിലാണ് ന്യൂട്രൽ ലൈൻ കൊടുക്കുക. ഗ്രീൻ കളർ അല്ലെങ്കിൽ യെല്ലോ കളറിലാണ് നമ്മൾ എർത്ത് വയർ കൊടുക്കുന്നത്. റെഡ് കളറിൽ നമ്മൾ കൊടുക്കുന്നത് ആരാണ്, റെഡ് കളറിൽ കൊടുക്കുന്നത്. ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ മീൻസ് ഗ്രീൻ യെല്ലോ ആണ്, പ്യുവർ യെല്ലോ അല്ല. RYB റെഡ് യെല്ലോ ബ്ലൂ ഇതൊക്കെ ഫേസിനാണ്. ഗ്രീൻ പ്ലസ് യെല്ലോ, ഗ്രീനും യെല്ലോയും കൂടെ അങ്ങനെ ലൈനായിട്ട് വരുന്നതാണ് എർത്ത്. ഇത് റെഡ് അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ബ്ലൂ ഒക്കെ ആണെങ്കിൽ നമുക്കതിനെ ഫേസ്, 3 ഫേസ് കണക്ഷൻ ആണെങ്കിൽ അത് ഫേസ് ആണ്. സിംഗിൾ ഫേസ് ആണെങ്കിൽ അത് റെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ IL rule the leakage current in wiring installation should not be exceeded 1/5000 part of the full load. 5000 മേലെ ആവാൻ പാടില്ല. The magnetic field produced in a stator of 3-phase induction motor rotates at magnetic field rotate ചെയ്യുന്നത് synchronous speed തന്നെ ആയിരിക്കും. 3-phase induction motor rotate ചെയ്യുന്ന സ്റ്റേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. An alternator supplies electric power to various kind of load in a factory. If the phase sequence is changed, it will affect the phase sequence change ചെയ്ത് കഴിഞ്ഞാൽ 3-phase motor സർക്യൂട്ടിനെ എഫക്റ്റ് ചെയ്യും. കാരണം 3-phase മോട്ടോർ സർക്യൂട്ടിൽ ഫേസ് സീക്വൻസ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പാരലൽ കണക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫേസ് സീക്വൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A 50 Hz 4-pole single phase motor is running with a slip of 3.4%. The speed of the motor is synchronous speed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NS is equal to 120 F/P ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടുന്നത് സിങ്ക്രണസ് സ്പീഡ് ആണ് 120 × 50 ഡിവൈഡഡ് ബൈ 4 വിച്ച് മീൻ 1500 RPM. ഇത് നമുക്ക് സിങ്ക്രണസ് സ്പീഡ് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റോട്ടർ സ്പീഡാണ്. റോട്ടർ സ്പീഡ് ഇസ് ഈക്വൽ ടു സ്ലിപ്പ് ഇൻറ്റു 1 - NS ആണ്. അല്ലെങ്കിൽ സ്ലിപ്പ് ഇസ് ഈക്വൽ ടു NS - N ഡിവൈഡ് ബൈ NS ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് സ്ലിപ്പിൻ്റെ വാല്യൂ 3.4% ആണ്. അതായത് 0.034 ഈക്വൽ ടു 1500 N ഡിവൈഡ് ബൈ 1500. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1449 RPM. 1449 RPM, option C. The terminal voltage of alternator will increase with load current if load is resistive അല്ല, load is inductive അല്ല, load is capacity ലോഡ് ആവുന്ന സമയത്താണ് അത് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. The current from a stator of an alternator is taken to external circuit through current from the stator of an alternator taking through direct connection. Stator ആണ് direct connection. അത് റോട്ടർ ആണെങ്കിൽ rotating part ആണെങ്കിൽ slip ring plus brush. The maximum torque of a 3-phase induction motor under running condition is inversely proportional to supply voltage അല്ല, inversely proportional to reactance at standstill. maximum torque Tmax is equal to Ke² വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല. Ke² ഡിവൈഡ് ബൈ 2x ഇങ്ങനെയാണ് റിലേഷൻ വരുന്നത്. ഇത് ഫുൾ ഇക്വേഷൻ അല്ല കേട്ടോ. വാട്ട് ഇസ് ദ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് സെക്കൻഡറി കറണ്ട് ഓഫ് എ കറണ്ട് ട്രാൻസ്ഫോമർ? കറണ്ട് ട്രാൻസ്ഫോമറിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. കറണ്ട് ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷർമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത വലിയ കറണ്ടിനെ ചെറിയ കറണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നോർമലി അത് 5 ആംപിയർ റേഞ്ചിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CT-യുടെ സെക്കൻഡറി കൊണ്ടുവരാം. ദ മോട്ടോർ യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്റർ ഈസ്, ഇത് ഒരു പല ടൈപ്പ് ആൻസറുകൾ ഇതിനുണ്ട്. യൂണിവേഴ്സൽ മോട്ടോർ യൂസ് ചെയ്യാറുണ്ട്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെ പല ടൈപ്പ് റിലക്റ്റൻസ് മോട്ടോർ യൂസ് ചെയ്യാറുണ്ട്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് ഇത് പ്രകാരം നമുക്കൊരു ആൻസർ പറയാൻ പറ്റുന്നത്. യൂണിവേഴ്സൽ മോട്ടറും ചില വാഷിംഗ് മെഷീനുകളിൽ യൂസ് ചെയ്യാറുണ്ട്. ഇൻ ദ ഫോളോയിങ് DC സർക്യൂട്ട് കറണ്ട് ഇൻ R3 ഇവിടെയുള്ള കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചത്.
അപ്പോൾ ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞാൽ I is equal to V/R ആണ്. അപ്പോൾ V/R എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ടോട്ടൽ ഇതെന്ത് കണ്ടുപിടിക്കണം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കണം. 7.5 ആണ്. ഇത് രണ്ടും പാരലൽ ആണ്, 5 Ω പാരലൽ ആണ്. അപ്പോൾ പാരലൈസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 Ω ആണ്. ഈ 2.5 Ω ഈ 5 Ω സീരീസ് ആയി. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 7.5 Ω ആയി. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് 7.5, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 7.5. അങ്ങനെയാണെങ്കിൽ 1 ആംപിയർ കറണ്ട് ആണ് എന്ത് ചെയ്യുക, ടോട്ടലായിട്ട് ഇവിടെ നിന്ന് ഫ്ലോ ചെയ്യുന്നത്. 1 ആംപിയർ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് ആ 1 ആംപിയർ കറണ്ട് ഇവിടെ എത്തും. ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ രണ്ട് ആസ് പെർ ദി കറണ്ട് ഡിവിഷൻ റൂൾ. പക്ഷെ ഇവിടെ രണ്ട് റെസിസ്റ്റൻസും ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂം എത്ര തന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. 0.5 ആംപിയർ, 0.5 ആംപിയർ. ഓപ്ഷൻ ബി. യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസീസ്, ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. മോ എന്ന് പറയുന്നത് കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. കുളും എന്ന് പറയുന്നത് ചാർജിന്റെ യൂണിറ്റ് ആണ്. എനർജിയുടെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. മോ എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ്. ഓക്കെ. പവർ ഫാക്ടർ ഓഫ് എ പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഈസ് ലാഗിങ്. പവർ ഫാക്ടർ ആണ്, പവർ അല്ല ചോദിച്ചത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ 0 ആണ്. ഞാൻ അതാണ് പറയാനും പോയത്. 0 പവർ ആണ്. പവർ 0 ആണ്, പക്ഷെ പവർ ഫാക്ടർ ലാഗിങ് ആണ്. കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ലീഡിങ്, റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ യൂണിറ്റ്. എർത്ത് റെസിസ്റ്റൻസിന്റെ ടിപ്പിക്കൽ ഡൊമസ്റ്റിക് വയറിംഗ് ഈസ്, എർത്ത് റെസിസ്റ്റൻസിന്റെ വാല്യൂ ലെസ് ദാൻ 5 Ω. വളരെ ചെറിയ വാല്യൂ ആയിരിക്കണം റെസിസ്റ്റൻസിന്റെ വാല്യൂ. ലെസ് ദാൻ 3 Ω ഒക്കെ ഓപ്ഷനിൽ കാണാറുണ്ട്. ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കണം എന്ന് മാത്രം. അത് ലെസ് ദാൻ 5 Ω ആണ്. ദ വാല്യൂ ഓഫ് -1/5 -1/3. -1ന്റെ ഓഡ് പവറുകൾ എപ്പോഴും മൈനസും ഈവൻ പവറുകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. -1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. -1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് പവറാണ്, അതും -1 ആണ്. ഇനി -1 -1 ഇത് രണ്ടും പ്ലസ് ആവും. -1 -1 എന്ന് പറഞ്ഞാൽ -1 + 1 ദാറ്റ്സ് ഈക്വൽ ടു 0. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The height of 5 students in a class are 174, 159, 163, 170 and 164 cm. Average height is, average is equal to total divided by number of items. Total എന്ന് പറഞ്ഞാൽ 174 plus 159 plus 163 plus 170 plus 164 divided by എത്ര ഉണ്ട്, 1 2 3 4 5 divided by 5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ you will get it as 166 cm. Option D. Units consumed when 10 number of 20 watt LED lamps are used for 8 hours. 20 watts LED 10 എണ്ണം 8 മണിക്കൂർ. അപ്പോൾ മൊത്തം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 × 10 200 വാട്ട്സ് ഇൻറ്റു ഇത് വാട്ട്സ് ആണ്, ഇൻറ്റു 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 1600 കിലോ വാട്ട് അവർ. ഇത് 1600 വാട്ട് അവർ, കാരണം ഇത് വാട്ട്സിലാണ് നമ്മൾ എടുത്തത്. ഇത് വാട്ടാണ്, ഇത് അവറാണ്, വാട്ട് അവർ. അപ്പോൾ 1600 വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ 1.6 കിലോ വാട്ട് ഹവർ ആണ് യൂണിറ്റ് വരിക. ഓപ്ഷൻ എ. ഇക്വേഷൻ ഓഫ് AC വോൾട്ടേജ് വിത്ത് ഫ്രീക്വൻസി 100 Hz ആൻഡ് RMS വാല്യൂ 100 വോൾട്ടേജ് V = Vm sin ωt എന്നാണ്. Vm എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്, RMS വാല്യൂ ആണ് 100 വോൾട്ട്. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 100√2 സൈൻ ωt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πft എന്നാണ്. 2π ft അങ്ങനെ തന്നെ. F എന്ന് പറയുന്നത് 100 ആണ്. 2 × 100 200 വരും. 2π മീൻസ് 200 πt. ഇതാണ് റെപ്രസെൻറ്റേഷൻ. 100√2 sin 200 πt. If the voltage across a resistor is halved and the value of the resistor is doubled, the power dissipated in the circuit is P is equal to V²/R. Voltage across the resistor is halved, V/2 the whole square, and the value of resistance is doubled, 2R, equal to ഇത് V²/2² 4 വരും. 4 താഴെ വന്നു കഴിഞ്ഞാൽ 8R. ഇനീഷ്യലി V²/R ആയിരുന്നു, ഇപ്പോൾ അത് 1/8 V²/R ആയി by 1/8 times 1/8 of the original value. If 5 ampere current flows through a copper wire, how many electrons will pass through the cross section of the wire in 1 second? Q is equal to N into E ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. N is equal to Q into E. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, നമുക്ക് 5 divided by electronic charge 1.6 into 10⁻⁻⁹ that's equal to 3.6
125 ഇൻറ്റു 10⁻19 കിട്ടും. ഓപ്ഷനിൽ 381.2 ഇൻറ്റു 10⁻18 ആണ് ഓപ്ഷനുള്ളത്, ഓപ്ഷൻ ബി. ഇതിനകത്ത് ഞാൻ ഈ Q 5 ആംപിയർ എടുക്കാൻ കാരണം ഇതിനകത്ത് ടൈം പറഞ്ഞിരിക്കുന്നത് 1 സെക്കൻഡ് ആണ് കേട്ടോ. അപ്പോൾ 1 സെക്കൻഡ് എടുക്കുന്ന സമയത്താണ് I is equal to Q/T ആണ്. Q5ഉം ടൈം 1 ആകുമ്പോഴാണ് 5 ആംപിയർ വരുന്നത്. അങ്ങനെയാണ് 5 കുളൂംബ് വരുന്നത്. Q is equal to I into T. Q is equal to I into T ആണ്. അപ്പോൾ ഇതിനകത്ത് 5 into 1 ചെയ്യുമ്പോഴാണ് ഈ 5 കുളൂംബ് എന്ന് പറയുന്നത്. ആ 5 കുളൂംബാണ് ഇത്, ഡയറക്റ്റ് ഈ 5 ആംപിയർ അല്ല. ടൈം 1 സെക്കൻഡ് ആയതുകൊണ്ടാണ് ടൈമും കറണ്ടും ചാർജും ഒരേപോലെ വന്നത്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ അമ്മീറ്റർ റീഡിംഗ് ഇഫ് ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്? സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മീറ്ററിന്റെ വാല്യൂ എന്തായിരിക്കും? റിമൈൻ സെയിം. കാരണം അമ്മീറ്റർ നമ്മൾ വെച്ചിരിക്കുന്ന ടോട്ടൽ കറണ്ടിലാണ്. ഇതേ കറണ്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു മാത്രം, ഇതേ കറണ്ട്. അപ്പോൾ അമ്മീറ്ററിന്റെ വാല്യൂയിൽ മാറ്റമൊന്നും വരുന്നില്ല. സപ്പോസ് അമ്മീറ്റർ ഇവിടെ ആയിരുന്നു എങ്കിൽ അമ്മീറ്ററിൽ മാറ്റം വരും, അതല്ലെങ്കിൽ ഇവിടെ ആയിരുന്നു എങ്കിലും അമ്മീറ്ററിൽ മാറ്റം വരും. ഓക്കെ, ഓപ്ഷൻ റിമൈൻസ് സെയിം. In which of the following resistance will decrease when the temperature increases? Resistance will decrease, temperature increases means negative temperature coefficient. It should be an electrolyte or an insulator or a semiconductor. Carbon negative temperature coefficient material ആണ്, silicon ഒരു semiconductor ആണ്, germanium ഒരു semiconductor ആണ്. All of the above ആണ് answer. A 1 volt cell with internal resistance 5 ohm and a 3 volt cell with resistance 10 ohm are connected in series to an external resistance having resistance 15 ohm. What is the voltage across the external resistor? അപ്പോൾ രണ്ട് സെല്ലുകളുണ്ട്, രണ്ട് സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ട് സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഒന്ന് 5 ഓം 3 വോൾട്ടും, ഒന്ന് 1 വോൾട്ട് 5 ഓമും, അടുത്തത് 3 വോൾട്ട് 10 ഓമും. അങ്ങനെയാണെങ്കിൽ മൊത്തം ഇതിൻ്റെ എഫക്റ്റീവ് എന്ന് പറയുന്നത് 4 വോൾട്ട് 15 ഓം ആയിരിക്കും. ഇതിനെ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു? ഒരു 15 ഓം റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് ആണ്, ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ പോകുന്ന കറണ്ട് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R ആണ്. V എന്ന് പറഞ്ഞാൽ 4 ആണ്, 4/R എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് 15ഉം ഇന്ന് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് 15ഉം, ഇത് രണ്ടും സീരീസ് ആയതുകൊണ്ട് 15 + 15 30 വരും. അപ്പോൾ 4/13 ആണ് ഇതിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ. ഇനി വോൾട്ടേജ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I × R ആണ്. I എന്ന് പറയുന്നത് 4/13 കിട്ടി, അവിടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 4/2 ദാറ്റ്സ് ഈക്വൽ ടു 2 വോൾട്ട്. ഓപ്ഷൻ ബി. ടൈപ്പ് ഓഫ് ഫിൽറ്റർ യൂസ്ഡ് ഇൻ റെക്ടിഫയർ. റെക്ടിഫയറിൽ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ എന്ന് പറയുന്നത് ലോ പാസ് ഫിൽറ്റർ ആണ്. ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസിയെ മാത്രം പാസ് ചെയ്യുകയും ഹൈ ഫ്രീക്വൻസിയും അതേപോലെ തന്നെ AC കറണ്ടിനെയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന ഫിൽറ്ററാണ് ലോ പാസ് ഫിൽറ്റർ. ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്ടിഫയർ സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ റിപ്പിൾസ് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സർക്യൂട്ടാണ് ഫിൽറ്റർ സർക്യൂട്ട്. പവർ ഫാക്ടർ ഓഫ് എ സർക്യൂട്ട് ഈസ് യൂണിറ്റി ഇഫ് പവർ ഫാക്ടർ ഓഫ് എ സർക്യൂട്ട് യൂണിറ്റി ഇഫ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡൊമൈൻസ് ചെയ്യുകയാണെങ്കിൽ അത് ലാഗിങ് ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡൊമൈൻ ചെയ്യുകയാണെങ്കിൽ. കപ്പാസിറ്റി എഫക്റ്റ് ഡൊമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലീഡിങ് എഫക്റ്റ് ആണ് ഉണ്ടാവുക. ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് കപ്പാസിറ്റി എഫക്റ്റ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണെന്ന സമയത്താണ് അത് പ്യുവർ റെസിസ്റ്റീവ് ആവും, അപ്പോൾ അത് യൂണിറ്റി ആവും. വെൻ റെസിസ്റ്റീവ് എഫക്റ്റ് ഡൊമിനേറ്റ് അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പവർ ഫാക്ടർ യൂണിറ്റി ആവുന്നത്. റെസിസ്റ്റീവ് ഡൊമിനേറ്റ്സ് എന്നാണ് പറഞ്ഞത്. പ്യുവർ റെസിസ്റ്റീവിന്റെ കേസിലാണ് നമുക്ക് യൂണിറ്റി കിട്ടുള്ളൂ. Capacitance of the two capacitors are in the ratio 1:2. The voltage applied across them are in the ratio 2:1. What is the ratio of the charge in the capacitor? Q is equal to C/V. Q is equal to C/V. Q1/Q2 is equal to C1/V1 into V2/C2. Means C1/C1 divided by C2/V1. C2/V2. അത് മേലെ പോകുമ്പോൾ V2/C2. C1/V1 എന്ന് പറയുന്നത് capacitance of a two capacitor in the ratio C1/C2 into V2/V1. C1/C2 എന്ന് പറഞ്ഞാൽ 1/2, മറ്റേത് 2/1. ഓപ്ഷൻ 1:1. 1:1. As inductance of a coil is doubled and frequency of the sinusoidal supply is halved, what happens to the inductive reactance? Inductive reactance SL is equal to 2πfL. നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഡബിൾ ചെയ്യുന്നു. 2π ഫ്രീക്വൻസി ഓഫ് ദ വോൾട്ടേജ് സപ്ലൈ ഹാഫ് ആക്കി f/2 ഇത് ഡബിളിങ് ചെയ്തു. ഇത് രണ്ടും കട്ട് ചെയ്തു. 2πfL തന്നെ വരും, മാറ്റങ്ങളൊന്നുമില്ല, റിമൈൻസ് സെയിം. ഓപ്ഷൻ ഡി.
Which of the following statement is true for a double pole single throw switch? DPST switch. DPST switch ആയി ബന്ധപ്പെട്ടത് true ഏതാണ്? Connect two wires to two positions. അല്ല. Enable the control of two circuits. അതും അല്ല. Individual circuits can be controlled by separately. അതും അല്ല. അതുമല്ല എന്നല്ല, ആണ് നമ്മുടെ ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നല്ല ചോദിച്ചത്, ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണ് ചോദിച്ചത്. ഓക്കെ, ട്രൂ ആണ് ചോദിച്ചത്. കണക്ട് ടു വയേഴ്സ് ടു ടു പൊസിഷൻസ്, രണ്ട് വയേഴ്സ് രണ്ട് പൊസിഷനിൽ കണക്ട് ചെയ്യും, കറക്റ്റ് ആണ്. രണ്ട് സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതും കറക്റ്റ് ആണ്. ഇൻഡിവിജ്വൽ സർക്യൂട്ട് ക്യാൻ ബി സെപ്പറേറ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. DPST സ്വിച്ച്, ഈ DPST സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മളുടെ വീടുകളിൽ വരുന്ന സ്വിച്ച് പോലത്തെ സാധനത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇൻഡിവിജ്വൽ സർക്യൂട്ട് സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് സെപ്പറേറ്റ് തന്നെ വേണം. നോർമലി DPST സ്വിച്ച് ചെയ്യുന്നത് നമുക്ക് രണ്ട് സർക്യൂട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓൾ ഓഫ് ദി എബോവ്. ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഹാസ്, ബൈസ്റ്റേബിൾ ആണ്. ബൈസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റുകൾ ഉണ്ടാവും. മോണോസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഉണ്ടാവുക. അസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. മൂന്ന് ടൈപ്പ് മൾട്ടി വൈബ്രേറ്റർ ആണ്. ഒന്ന് അസ്റ്റേബിൾ, അസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല. മോണോസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ്. ബൈസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ ഓപ്ഷൻ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഹാസ് ടു സ്റ്റേബിൾ സ്റ്റേറ്റ്സ്. ടു സ്റ്റേബിൾ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്, പക്ഷേ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, സ്വിച്ചസ് ബിറ്റ്വീൻ ടു സ്റ്റേറ്റഡ് ഓട്ടോമാറ്റിക്കലി. ഇത് ആണ് കുറച്ചും കൂടെ അപ്രോപ്രിയേറ്റ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ കേട്ടോ. ഇതും കറക്റ്റ് ആൻസർ ആണ്. രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ളതുകൊണ്ടാണ് അതിന് ബൈസ്റ്റേബിൾ എന്ന് പറയുന്നത്. ടു ഇനീഷ്യേറ്റ് ഓസിലേഷൻസ് ദ ലൂപ്പ് ഗെയിൻ ഓഫ് എ ഓസിലേറ്റർ മസ്റ്റ് ബി. ഓസിലേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓസിലേറ്ററിന്റെ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി. എ ഫയലിംഗ് ടൂൾ ഈസ് മേഡ് അപ്പ് ഓഫ്. ഫയലിംഗ് ടൂൾ നമ്മൾ നോർമലി നിക്കൽ സ്റ്റീൽ വെച്ചിട്ടാണ് ഫയലിംഗ് ടൂൾ ഉണ്ടാക്കുക. കട്ടിംഗ് ടൂളാണ് ഫയൽ എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് എ വോൾട്ട് മീറ്റർ, വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലയർ യൂസ് ചെയ്യണം. അതിനെ പറയുന്ന പേരാണ് ഹൈ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഹൈ റെസിസ്റ്റൻസ് നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം, അതിനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലയർ. അമ്മീറ്ററിന്റെ കേസിലാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷണ്ട് ആയിരിക്കും. ഷണ്ടാണ് നമ്മൾ അമ്മീറ്ററിന്റെ കേസിൽ യൂസ് ചെയ്യുക. 69. In a constant voltage charging method of battery, the charging current from discharged to fully charged condition, charging current of discharged to fully charged condition is decreases. A multimeter cannot measure. Multimeter current measure ചെയ്യും, potential difference measure ചെയ്യും, resistance measure ചെയ്യും, പക്ഷേ അത് എന്ത് മെഷർ ചെയ്യില്ല? ചാർജ് മെഷർ ചെയ്യില്ല. We have to make a heater of 1 kilowatt rating from 2 kilowatt heating element. This is possible by taking 1 kilowatt റേറ്റിംഗ് ഉള്ള ഹീറ്റർ ഉണ്ടാക്കണം. 2 kilowatt ഉള്ള ഹീറ്റിംഗ് എലമെൻ്റ് ആണുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, അത് പോസിബിൾ ആവുക. A 250 volt lamp has a total flux of 3000 lumens and takes a current of 0.8 ampere from 250 volt mains. Its luminous efficiency is equal to luminous flux divided by power input. തന്നിരിക്കുന്നത് 250 വോൾട്ട് ലാമ്പാണ്, 0.8 ആംപിയർ ഫ്രം 250 വോൾട്ട് മെയിൻ ആണ്. അപ്പോൾ പവർ എന്ന് പറയുന്നത് 0.8 ഇൻറ്റു 250 ഡിനോമിനേറ്റർ കിട്ടി. ന്യൂമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുമിനസ് ഫ്ലക്സ് എത്രയാണ്? 3000 ഡിവൈഡഡ് ബൈ 0.8 ഇൻറ്റു 250. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 15 lumens per watt. ഓപ്ഷൻ സി. The maximum theoretical efficiency of a class B push-pull amplifier is approximately 78.5%. By which law the direction of induced EMF is identified? Induced EMF ഐഡന്റിഫൈ ചെയ്യുന്നത് ലെൻസ് ലോ വെച്ചിട്ടാണ്. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ് ചോദിച്ചത്, ലെൻസ് ലോ വെച്ചിട്ടാണ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കുന്നത്. ഈസ് ഈക്വൽ ടു -d∅/dt. ഡയറക്ഷൻ ചോദിച്ചതുകൊണ്ടാണ് ലെൻസ് ലോ വന്നത്. A D flip-flop can be made from RS flip-flop. RS flip-flopന്റെ ഇൻവെർട്ടർ വെച്ചിട്ടാണ് നമ്മൾ D flip-flop നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. RS flip-flop ആൻഡ് ഇൻവെർട്ടർ നമുക്ക് യൂസ് ചെയ്തിട്ട് ആരെ യൂസ് ചെയ്യാം? D flip-flopനെ ഉണ്ടാക്കാൻ പറ്റും. Sin 30 cos 60 plus cos 30 sin 60. Sin 30യുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. cos 60യുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. പ്ലസ് cos 30യുടെ വാല്യൂ √3/2 ആണ്.
സൈൻ 60യുടെ വാല്യൂയും √3/2 ആണ്. ഇത് 1/2 1/2 1/4, ഇത് 3/4, 1/4 പ്ലസ് 3/4 1. ഓപ്ഷൻ സി. ഏജ് ഓഫ് എ ഫാദർ ഈസ് 3 more than 3 times that of his son. 4 years before the age of father was 5 less than 5 times that of his son. Age of the son is. ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഏജ് ഓഫ് ദ ഫാദർ ഈസ് 3 times more than 3 plus 3s ആണ് ഏജ് എന്ന് പറയുന്നത്. 4 വർഷം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F-4 ആണ്. ആ സമയത്ത് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 times ഓഫ് 4 വർഷം മുമ്പ് സണ്ണിന്റെ ഏജ് S-4 ആയിരിക്കും. -5 less than 5 times. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. F-4 is equal to 5s minus 20 minus 5 minus 25 വരും. അതായത് 5s minus 25 plus 4 f is equal to 5s minus 21. വേറൊന്ന് f is equal to 3s plus 3. ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 3s plus 3 is equal to 5s minus 21. ഇത് ഇപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ചെയ്യുന്ന സമയത്ത് 2s is equal to ഇപ്പുറം പോകുമ്പോൾ 24 ആയി. s is equal to 24/2 that's equal to 12. സണ്ണിൻ്റെ ഏജ് എന്ന് പറയുന്നത് 12 ആണ്. സണ്ണിൻ്റെ ഏജ് ആണ് ചോദിച്ചത്. ബി. In BY 127, B and Y stands for. B stands for silicon. B stands for silicon. Y stands for application, rectifier. അതായത് ഈ ഫസ്റ്റ് ഡിജിറ്റിലെ ഫസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മെറ്റീരിയൽ ആണ്. സെക്കൻഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ അപ്ലിക്കേഷനാണ്. സെക്കൻഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ആണ്. ഫസ്റ്റ് ആണെങ്കിൽ അത് മെറ്റീരിയൽ ആണ്, ബി ആണെങ്കിൽ സിലിക്കൺ ആണ്, എ ആണെങ്കിൽ ജർമേനിയം ആണ്. ഇനി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടിഫയർ ആണ്. ഇനി സെഡ് ആണെന്നുണ്ടെങ്കിൽ അത് സെനർ ഡയോഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റെക്ടിഫയർ സിലിക്കൺ റെക്ടിഫയർ ആണ്. BY 127 ഓപ്ഷൻ ബി. ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് എ ഫുൾ വേവ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ ഈസ്. ഫുൾ വേവ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിൻ്റെ ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സെൻട്രൽ ടാപ്ഡ് ആയിട്ടുള്ള ഒരു ബൾക്കി ആയിട്ടുള്ള സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ അതിനകത്ത് യൂസ് ചെയ്യണം. ആ സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ ആണ് ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദ കളർ ബാൻഡ് ഫോർ എ 1.5 ohm റെസിസ്റ്റർ വിൽ ബി. 1.5 ohm ആണ് പറഞ്ഞത്. 1.5 ohm എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ എന്ത് വരും? ബ്രൗൺ വരും. 1.5 ohm ആണ്. ഇപ്പോൾ ഫസ്റ്റ് ലെറ്റർ ബ്രൗൺ ആയി, സെക്കൻഡ് ലെറ്റർ 5 ഗ്രീൻ ആയി, തേർഡ് ലെറ്റർ -1 വരണം. മീൻസ് 10% റിഡക്ഷൻ വേണം. അതാണ് ഗോൾഡൻ. ബ്രൗൺ, ഗ്രീൻ, ഗോൾഡൻ, ഇങ്ങനെ 3 കളറാണ് 1.5 ഓമിന് ഉണ്ടാവും. ബ്രൗൺ, ഗ്രീൻ, ഗോൾഡൻ. ഓപ്ഷൻ ബി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറും കുറച്ചും കൂടെ ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറച്ച് സിമ്പിളാണ്, പക്ഷേ എന്നാലും ഒരു ആവറേജ് ലെവലിൽ പറയാവുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. വളരെ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കുറച്ച് സിമ്പിളാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.